ഞാൻ ചെയ്തെടുത്ത ഒരു സ്ക്വയർ നെക്കിൻ്റെ പാറ്റേൺ ആണത്. കുറച്ച് താഴോട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്യുക. ഈ വർക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഈ പ്രാവശ്യം ഞാനൊരു സ്ക്വയർ നെക്ക് ഡിസൈനാണ് ചെയ്യുക. ഇതൊരു റൗണ്ട് നെക്കില്ല, ഇതിന് സ്ക്വയർ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 കളറൊന്നും വരെ ഉപയോഗിച്ചു. ആദ്യം ഈ കളറൊന്നും വരെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ചെയിനിടുക, ഒരു മീഡിയം ടൈപ്പ് സ്ക്വയർ നെക്കിന് എത്ര ചെയിൻ വേണം അത്രയും ചെയിനിട്ട് ചെയിനിട്ട് വെച്ചിട്ട് കാണിക്കുക. ചെയിനിടുക, അത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട് വെക്കാം. ഇനി അടുത്ത ചെയിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ചെയിനിട്ടിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് 4-മത്തേൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ഉണ്ട്, 2 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത കുറച്ച് 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് വയ്ക്കുക. ആറോ എട്ടോ ചെയ്താലും കുഴപ്പമില്ല. ഇതേവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വന്നു. ഇനി അടുത്ത കുറച്ചും കൂടെ നീളത്തിൽ ചെയ്യുക. ഇതുവരെ ചെയ്തെടുക്കുക. എത്രയും നീളത്തിൽ ചെയ്തെടുക്കുക. ഒരേ ഇതിൽ ഡബിൾ ക്രോഷ്യ എന്നിട്ട് ചെയ്യുക. ഇത്രയും നീളത്തിൽ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഏകദേശം കണക്കാക്കിയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ചെയിനിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ? അപ്പോൾ അങ്ങനെ വന്നു. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഇത്ര നീളത്തിൽ ഇത്രയും നീളത്തിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇത്ര നീളത്തിൽ ഞാൻ ഒരു ഇത് ചെയ്തെടുത്ത് ഇവിടെ വരെയാണ് നമ്മൾ ഒരേ ഇതിൽ ചെയ്തെടുത്ത് 2 എണ്ണം വെച്ച് ഇവിടെ 2 എണ്ണം വെച്ച് ഇത്ര നീളത്തിൽ ചെയ്തെടുത്ത്. ഇനി ഇവിടെ അതേമാതിരി തന്നെ ഒരു ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക. ഇതെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതെവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും നീളത്തിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ നീളത്തിൽ നമുക്ക് ഇവിടെ ഇത്ര നീളത്തിൽ ഈ ഭാഗത്ത് ഇതേമാതിരി ഈ ചെയിനിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ സ്ഥലത്ത് ഇതിങ്ങനെ ഈ പോർഷൻ ഇവിടെ അങ്ങനെ ഒരിത്, പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ കഴിഞ്ഞ് ഇവിടെ 2 ഒരേ ലെവലാണ്, ഇവിടെ ഒരേ ലെവൽ അങ്ങനെ ചെയ്തെടുത്തു. ഇനി അടുത്ത ലൈൻ ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, 3 ചെയിനിടുക, 4 ചെയിൻ, 3 ചെയിന് ഒരു 4 ഒരു സിംഗിൾ ചെയ്തിട്ട്
ഒരു ഗ്രിപ്പ് ഒഴിവാക്കുക, ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇതേപോലെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ഒന്ന് ഒഴിവാക്കണേ. വീണ്ടും ഒരു ചെയിൻ ഇതേപോലെ ഒരു ഡബിൾ ക്രോഷേ അങ്ങനെ വന്നു. ഈ ഒരു ചെയിൻ എന്നിട്ട് ഇവിടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ചെയ്ത് വെച്ച ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് അവിടെ കണ്ടില്ലേ, ഒരു ചെയിൻ ഇട്ടിട്ട് അത് വെച്ച്. അപ്പോൾ അത് സമയത്ത് ആദ്യം ഒരു ചെയിൻ ഇടുക, ഒരു ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. കണ്ടോ? വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അതേമാതിരി വരും. ഇനി അടുത്ത് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ട്, എന്നാലും ഇത് സ്ക്വയറായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക, വീണ്ടും ഒന്ന് ഒഴിവാക്കിയിട്ട് ഡബിൾ ക്രോഷേ ചെയ്തിടുക. അങ്ങനെ ഇവിടെ ഫുള്ള് ഇതെവിടെ ഈ ഗ്യാപ്പിൽ ചെയിനിട്ട ഗ്യാപ്പിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അതേമാതിരി ഇവിടെ നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ ഇതിലും ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ സാധാരണമാതിരി ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. ഇതുവരെ കൊണ്ടുവരിക ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക. ഇതിപ്പോൾ ഇതേമാതിരി ഉണ്ടാവും ഒരു സ്ക്വയറിൻ്റെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇതേമാതിരി ഉണ്ടാവും ഒരു സ്ക്വയർ ഡിസൈൻ, അതിൻ്റെ മാതിരി ഇതുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും ഇത് ചെയ്ത് കഴിയുന്നത്. ഇനി അത് കൂടുതലായിട്ട് കുറച്ചും കൂടെ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ ബോക്സ് നേരത്തെ പറഞ്ഞത് ഇതേമാതിരി ഉണ്ടാക്കി വെച്ചത്. ഇവിടെ അങ്ങനെ കൂടുതൽ ചെയ്ത് കൊടുത്തു, എന്നാലേ ഇത് ലൈന് ഫുള്ളായിട്ട് വരുള്ളൂ. കണ്ടോ? ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് ഞാൻ വേറൊരു കളറുണ്ട്, ഈ കളർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ ചെയ്ത് വെച്ച് ഇത് ഗ്യാപ്പ് ഉണ്ടല്ലോ, 3 ചെയിൻ ഇടുമ്പോൾ ഒരു ഡബിൾ ക്രോഷേ, പിന്നെ അതേ ചെയിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. പിന്നെ ആ ചെയിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, അങ്ങനെ 3 ഡബിൾ ക്രോഷേ ചെയ്തു. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 3 ഡബിൾ ക്രോഷേ, അതേ ചെയിനിൻ്റെ മുകളിൽ തന്നെ 3 ഡബിൾ ക്രോഷേ വീണ്ടും ചെയ്യുക. അങ്ങനെ 6 ഡബിൾ ക്രോഷേ ഒരു ചെയിനോടിടണം. കണ്ടോ? ഇതേമാതിരി വന്നു. ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ അത് ഒരു ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ അത് ചെയ്തെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിനിട്ട് ഇവിടുത്തെ ഈ നമ്മൾ ചെയ്തെടുത്ത ഈ 2 ഡബിൾ ക്രോഷകളുണ്ട്, ഇതൊന്ന് 2 ഡബിൾ ക്രോഷേ ഒഴിവാക്കുക. ഇവിടുത്തെ ഒന്ന് മാത്രം ഒഴിവാക്കിയിട്ട് ഈ ഡബിൾ ക്രോഷേ
ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 6 ചെയിൻ ഇടുക. മൂന്ന് ചെയിന് ആദ്യം ഇടുക. 3 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഒരു 3 ഡബിൾ ക്രോഷ്യ തവണ ഞാൻ ചെയ്തെടുക്കും. പിന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി വന്നുകൊണ്ട് ഇവിടെ ഇത് കോർണറാണ് നമ്മൾ ചെയ്തെടുത്ത കോർണറിൻ്റെ അവിടെ ഈ നടുക്കിലുണ്ട്. ഈ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ നടുക്കിലുള്ളതിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ നടുക്കലത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണേ. ഇതേമാതിരി വന്നുകൊണ്ട് അതിൻ്റെ അടുത്ത ഒരു ചെയിൻ ഇടുക. ഇവിടുത്തെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഒന്ന് ഒഴിവാകും. ഇവിടെ ഒന്നുണ്ടല്ലോ, അതിൽ ഡബിൾ ക്രോഷ്യ ഇവിടെ ഉണ്ട്. അതും പിന്നെ ഈ ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഈ റൗണ്ട് 2 ഡബിൾ ക്രോഷ്യകൾ വീതം ഒഴിവാക്കിയിട്ട് ഇതേമാതിരി ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്തെടുക്കുക. വേറെ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു ഫുള്ളായിട്ട്. മൂന്നെണ്ണം 6 വെച്ചിട്ട് സ്ക്വയർ നെക്കിൻ്റെ അടങ്ങ് ഇതവിടെ വരെ എത്തി. ഇനി അടുത്ത ലൈൻ എങ്ങനെയാണ് തയ്ക്കുക? അടുത്ത ലൈനിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ്, ഒരു ചെയിൻ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇവിടുന്ന് കൊടുക്കുക. അവിടെ അങ്ങനെ ചെയ്തിട്ട് അതേമാതിരി തന്നെ 6 ചെയിൻ ഇടുക. 6 ഡബിൾ ക്രോഷ്യ. ആറ് ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുത്ത് ഇവിടെ ഇതൊരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഇത് മുള്ളുണ്ടല്ലോ, ഇവിടെ ചെയ്തുണ്ടല്ലോ, അവിടെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അപ്പം അതേമാതിരി വരുന്നുണ്ട്. അടുത്തത് ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ചെയ്തോളൂ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിന് വേണ്ട, ശരി, സോറി.
ഈ ചെയിനിട്ട് 3 ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഒരു ചെയിനിട്ട് വെച്ചിട്ടുള്ളത് അവിടെയാണ് ഈ 6 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇവിടെ 6 ഡബിൾ ക്രോഷ്യ ഇട്ടു. എന്നിട്ട് ഇത് അവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ നമ്മളതിൻ്റെ ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. അതിനോട് കൂടിയിട്ട് അതിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇതേമാതിരി ഇതിൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഈ ഡിസൈൻ വരും ഇവിടെ അങ്ങനെ ഇതായിട്ട് ഈ ഡിസൈൻ ഫുള്ളായിട്ട് ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. ഇതുവരെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി അടുത്ത ഒരു ലൈന് ചെയ്യാം. അതേമാതിരി ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അവരുടെ അവസാനിപ്പിച്ചു. ഇനി ഇത് അടുത്ത ലൈൻ ചെയ്യുന്ന ഈ കളറെന്ന് പറയും. ഇവിടെ ചെയ്ത കളറുണ്ടല്ലോ, ഈ കളറുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യേൻ്റെ ബോർഡർ കൊടുക്കുക. സിംഗിൾ ക്രോഷ്യേയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്തെടുത്തത് ഇപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിച്ചതാണ്. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ എഴുതാൻ കൊടുക്കുക. ഇതേമാതിരി കൊടുത്ത് കൊണ്ടുവരും. ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അപ്പോൾ അത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടു ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് വെച്ച് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്ന കാണിച്ചു ഉണ്ട്. ഇത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഈ ബോർഡർ തയ്ച്ച് ഇതേമാതിരി അടുത്തൊരു ഇവിടെ താഴോട്ട് തുന്നുന്ന വിധം കാണിച്ചു. അതിനിപ്പോൾ അത് ഈ ബാക്ക് സൈഡാണിത്. ഇതിൻ്റെ ഈ ഒരു നടുക്കിലത്തതും ഈ രണ്ടും എടുക്കുക. ഇപ്പുറത്തും ഇതേമാതിരി രണ്ടെണ്ണം അതേമാതിരി കണക്കാക്കി എടുക്കുക. അങ്ങനെ വരും. അങ്ങനെ വന്നിട്ട് താഴോട്ട് തയ്ക്കുന്ന ഞാൻ കാണിച്ചത്. അതിന് ഏത് കളർ നൂലാണ് എടുക്കുന്നത്. ഈ കളർ നൂലാണ് എടുക്കുന്നത്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നടുക്കിലത്തെ ഉണ്ടല്ലോ, രണ്ടെണ്ണം അപ്പുറം അപ്പുറം അങ്ങനെ വരണം. അങ്ങനെ വരത്തക്ക വിധത്തിൽ വേണം ചെയ്യണം. എന്നാലും അവിടെ ശരിയാവുള്ളൂ. അപ്പോൾ ഇവിടെ നടുക്കിലായിട്ട് ചെയ്യുക. നടുക്കിലായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്ന് ചെയിൻ ഇട്ടാൽ ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആണെന്നുണ്ടാവുമായിരിക്കും. ഇനി അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത്
4 7 ചെയ്തെടുത്ത് അവിടെ 7 ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് ഉണ്ടല്ലേ. ഇനി അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെയിനുണ്ട്. ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ ഇത് എഴുതിയിട്ട് വാക്കുക. എന്നാൽ അടുത്തതിൻ്റെ ബോളിൽ ഒരു ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ ബോളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു ചെയിനുണ്ട്. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. അതേമാതിരി വരും. ഇപ്പോൾ 7 കഴിഞ്ഞ് പിന്നെ ഇതേമാതിരി പിന്നെയും വീണ്ടും 7 ചെയ്യാം. ഏഴ് ഡബിൾ ക്രോഷേ വരുമ്പോൾ ഇവിടെ ഇപ്പം 2 ചെയ്തിട്ടില്ല. ഒരു നടുക്കലത്തെ ഒന്നെടുത്ത് ഇത് 2. ഇതിൻ്റെ ഇത് വരെ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ടായിപ്പോ 3 4 5 6 7 ഡബിൾ ക്രോഷേ ചെയ്തെടുത്തു. 7 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി അപ്പോൾ ഇവിടെ എത്താൻ്റെ പകുതി ഇതൊന്നും എടുത്തു ഇത് വരെ ചെയ്താൽ ഈ എൻ്റെ വരെ ചെയ്യാൻ പാടുള്ളത്, എന്നാലേ ഇത് ശരിയാവുള്ളൂ. ഇത് തീരുന്നവരെ ചെയ്യുക. 2 2 ഇത് മതി, ശരിയാണ്. ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് നോക്കുക. ഇവിടെ വെച്ചിട്ട് ഇവിടെ 5 വരും. ഇവിടെ ഇതേമാതിരി ഇത് നടുക്കത്തെടുക്കുക. ഇവിടെ 2 വെക്കുക. ഇത് നടുക്കലത്തെ കണക്ക് കൂട്ടുക. പിന്നെ ഇവിടെ 2 ഇവിടെ 2 വെച്ചിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ഡബിൾ ക്രോഷേ ഇത് വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കൈയിൻ്റെ പോർഷനായിട്ട് വരും. ഇത് ബോഡി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നത് ബോഡി പോർഷനായിട്ടും വരും. ഇവിടെ കണ്ട് ഇതേമാതിരി ബോഡി പോർഷനായിട്ടും വരും. ഇവിടെ അങ്ങോട്ട് താഴെയുള്ള സമയത്തെ ബോഡി. അപ്പോൾ ഇവിടെ അങ്ങനെ ഫ്രണ്ട് പീസാണ്. ഇത് രണ്ടും കൈയിൻ്റെ പീസായിട്ട് വരും. ഇവിടെ 2 പീസായിട്ട് വരും. എന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെയ്യുക. പോർഷനിൽ ഇതേമാതിരി തന്നെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. കണ്ടോ? ഇവിടെ അപ്പോൾ 7 ഡബിൾ ക്രോഷേ ആവണം. 6 ആയിട്ടുള്ളത് 2 3 6 ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കണം. ഉള്ള ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുത്ത് പിന്നെ ഒരു ചെയിനിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ ഒഴിവാക്കി ഈ ചെയിൻ ഒഴിവാക്കി ഒരു ഡബിൾ ക്രോഷേ കൂടെ ഉണ്ട്. പിന്നെ വീണ്ടും ഒരു ചെയിനുണ്ട്. ഇതൊരു ചെയിനിട്ടിട്ട് ഇവിടെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. ഇതേമാതിരി വരണമെങ്കിൽ ഇവിടെ വരെ ഈ ഇതിൻ്റെ നടുക്കലത്തെയാണ് ഇതെടുത്ത് ഇതുവരെ ചെയ്തെടുക്കണം. അതേമാതിരി കണ്ടോ? ഒരു 7 ഡബിൾ ക്രോഷേ ചെയ്യുക, പിന്നെ ഒന്ന് ഒഴിവാക്കുക, പിന്നെ അങ്ങനെ കണ്ണിട്ട് ചെയ്തിട്ട് ഇത് വരെ വരിക. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പോർഷനായിട്ട് മാറി വരും.
ഇത് അതേമാതിരി ഞാൻ ചെയ്തെടുത്തു. 7 സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുത്തു. 7 എണ്ണം കഴിഞ്ഞിട്ട് ഒന്ന് അതേമാതിരി. ഇനി അടുത്ത ലൈൻ എങ്ങനെ ചെയ്യുന്നു. അടുത്ത ലൈൻ ഈ 5 എണ്ണം ഉണ്ടല്ലോ, 7 എണ്ണം ഉണ്ടല്ലോ, 7 എണ്ണത്തിൽ ഒന്ന് ഒഴിവാക്കുക. ഇവിടുത്തെ ഈ ഫസ്റ്റത്തെ ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ആയി. ഇനി അടുത്ത ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യ. ഈ നാലാമത്തെ ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യ. കണ്ടോ? ഇവിടെ ഇപ്പോൾ 7 എണ്ണം ഉണ്ടെന്നുള്ളത് 5 എണ്ണം ചെയ്ത് 5 എണ്ണം ഈ ഭാഗത്തുള്ളതൊന്ന് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഇവിടെ നമ്മളൊരു ചെയിനിട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ ഒന്ന് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയിൻ്റെ മുകളിൽ നടക്കുന്നു. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് പിന്നെ അതാ ഈ ഡബിൾ ക്രോഷ്യകളല്ല അതിൻ്റെ മുകളിൽ നല്ല ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ അതാ ഒരു ചെയിൻ ഒഴിവാക്കുക. അവിടെ എൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ. 1 എന്നുള്ളത് 3 ആക്കി, 7 എന്നുള്ളത് 5 ആക്കി. അങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഇവിടെ കുറച്ച് കൊണ്ടുവരും ചെയ്യുക. ഇവിടെ കൂട്ടിയും കൊണ്ടുവരും. ഇനി ഇവിടെ ഉള്ള 7 എണ്ണം 5 എണ്ണം ആക്കി ചെയ്യുക. പിന്നെ ഇവിടെ 3 എണ്ണം. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ 5 എണ്ണം 3 എണ്ണം അങ്ങനെ വെച്ച് ചെയ്തു. 7 എണ്ണം ഉള്ളത് 5 എണ്ണം ആക്കി. ഇനി ഇവിടെ എത്തി ഈ റൗണ്ട് ഫുള്ളായി കിട്ടി. ഇനി അടുത്ത് ചെയ്യുന്ന വിധം. അടുത്ത് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ 5 എണ്ണം ഉള്ളത് 3 എണ്ണമാക്കി ചെയ്യണം. എന്തെങ്കിലും 5 എണ്ണല്ലേ 5 എണ്ണല്ലേ ചെയ്തെടുത്ത്. അപ്പോൾ 5 എണ്ണം ഉള്ളത് മൂന്നാമത്തേൻ്റെ മുകളിൽ കൊടുക്കുക. മൂന്നാമത്തേൻ്റെ മുകളിൽ ഈ 3 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഇവിടെ ഇപ്പോൾ 3 എണ്ണമല്ലേ നമ്മൾ ചെയ്തെടുത്തത്. ഇത് 5 എണ്ണം. അപ്പോൾ ഇവിടുത്തെ ഈ ചെയിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാ 3 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്ത് അവിടെ 4 എണ്ണമായി. ഇനി ഒന്നും കൂടെ അതാ ഈ 5 എണ്ണം ആക്കണമെങ്കിൽ ഇത് അവിടുത്തെ ഈ ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇനി അടുത്തൊരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ 5 എണ്ണം ഉണ്ടല്ലോ ഈ 5 ഡബിൾ ക്രോഷ്യ 3 എണ്ണം. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം ആദ്യത്തെ അവസാനത്തെ ഓരോന്ന് വീതം ഒഴിവാക്കുക. ഇവിടെ ഇവിടെ 3 എണ്ണമായി കണ്ടോ.
ഇവിടെ ഇതേമാതിരി ഓരോന്ന് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവരണം. ഇവിടെ ഇപ്പോൾ 3 എണ്ണം ഉള്ളത് വരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരിക. ഇതവിടെ വരെ ഞാൻ ചെയ്തെടുത്തതാണ് 5 എണ്ണം, പിന്നെ മറ്റേത് 3 എണ്ണമായിട്ട് ചെയ്യുന്നു. ഇവിടെ ഒന്ന് വരത്തക്ക വിധത്തിൽ ചെയ്യുന്നു. ഇവിടെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതടുത്ത് ഒഴിവാക്കുക. പിന്നെ അടുത്തത് 5 എണ്ണം വന്ന് 5 എണ്ണം ഉള്ളത് 7 എണ്ണം ആക്കണം. 7 എണ്ണം ആക്കണമെങ്കിൽ ഇവിടുത്തെ ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് എടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ 5 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ അങ്ങനെ ഇതായിട്ടുണ്ട്, ഒന്നായിട്ടുണ്ട്. അത് മനസ്സിലാവാഞ്ഞിട്ട്. ഈ ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയിനിടുക. ഇവിടെ 3 എണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല. അതിൻ്റെ മുകളിൽ നടുക്കുള്ളതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിട്ട് അവിടുത്തെ ഇതെന്താണ് ഈ 5 എണ്ണം ഉള്ളത്, ഈ 5 എണ്ണം ഇവിടെ ഉണ്ടല്ലോ, ഈ 7 എണ്ണം ആക്കണം. ഇവിടെ കണ്ടോ 7 എണ്ണം ആക്കി. ഇവിടെ കണ്ടോ എങ്ങനെയാണ് അത് വരുന്നത് വെച്ചാൽ ആദ്യം 7 എണ്ണം വന്നു, പിന്നെ 5 എണ്ണം വന്നു, പിന്നെ 3 എണ്ണം വന്നു, 1 വന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇതാക്കുക. ഇവിടെ ആദ്യം 1 വന്നു, പിന്നെ 3 വന്നു, പിന്നെ 5 വന്നു, പിന്നെ 1 വന്നു, 7 എണ്ണം വന്നു. 5 വന്ന് 7 എണ്ണം. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതേമാതിരി ഡിസൈനിൽ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഈ റൗണ്ട് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ സ്ക്വയർ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഇത് കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.